ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ തീർത്ഥാടനമാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെ യാത്ര തിരിച്ചതാണ്. ഇതിപ്പം ഈ റൂട്ട് കമ്പം, ഇത് കമ്പം, തേനി, മധുരൈ. അതായത് ഞങ്ങളിപ്പോൾ ആ വഴി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കമ്പം, തേനി, മധുരൈ, ബാംഗ്ലൂര്, ദിണ്ടിഗൽ, ചെന്നൈ എല്ലാം പോകുന്ന ഹൈവേ റോഡ് അല്ലേ? ഹൈവേ ആണിത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ കാണുന്നത്, അതുവഴിയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വന്നത്. ഇവിടെ എല്ലാം മലകളാണ് കാണുന്ന, എല്ലാം അങ്ങോട്ടെല്ലാം കൃഷിയും ഈ മലകളാണ്. ഇതിൻ്റെ മുകളിൽ നിന്നാണ് അതിൻ്റെ മുകളിൽ നിന്നാണ് വാട്ടർ സപ്ലൈ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത് കണക്റ്റഡ് വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കണ്ടു. ഇനിയിപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കൂളിംഗ് ആണ്. മഴയൊന്നുമില്ല, AC വേണ്ട ഇവിടെ, മഴയില്ല, AC വേണ്ട. പിന്നെന്തായിരുന്നു, AC വേണ്ട, ഫാൻ വേണ്ട, ഇതൊന്നും ഇവിടെ വേണ്ട. നല്ല കൂളിംഗാണ്. ഞാൻ തന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തണുപ്പ്. നമ്മൾ പെട്ടെന്ന് ആ ഒരു കാലാവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് തന്നെ പറ്റുന്നില്ല. ഞാനിപ്പോൾ 2-3 ചായ എന്ത് ചെയ്തു, ഞാൻ കുടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വന്ന വഴിക്കല്ലേ. 2-3 ചായ കുടിച്ചു. അപ്പോഴും ചായ പെട്ടെന്ന് നമുക്ക് ചൂട് തന്നാലും അത് തണുത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് പോകും. പിന്നെ നല്ല കാലാവസ്ഥയാണ്, എന്നുവെച്ചാൽ കൂളിങ്ങും ഒക്കെ ആയിട്ട് വളരെ ശാന്തം, ഭയങ്കര പോസിറ്റീവാണ്. കാടിറങ്ങിയാണ് വന്നത്. പിന്നെ ആ കാണുന്നതെന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങളാണ്. അവിടെ പരുത്തി കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ തമിഴ്നാട് വീഡിയോയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുത്തി കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക്. ഒരു ഹായ് പറഞ്ഞു, ഒരു ഹായ് പോകണം. ഒരു ഹായ് പറ ചാനലില്. ഹായ്, ദേവലോകം ചാനൽ. ഹായ് പറ. താങ്ക് യു, വെരി ഗുഡ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ ദേവലോകം? എത്രയല്ല പഠിക്കുന്നത്? അപ്പോൾ പരീക്ഷ ഇത് പേപ്പറും ആണോ? ഹായ്. അവര് നല്ല പിള്ളേരാട്ടോ. തമിഴ്നാട്ടിൽ നമ്മളെ സ്വന്തം ആളുകളാണ്. നല്ല സ്നേഹമാണ് കേട്ടോ. നമ്മളെ പരിചയപ്പെട്ടില്ലെങ്കിലും ഒരുപാട് എനിക്കിഷ്ടമാണ് തമിഴ്നാട്ടുകാരെ. തമിഴ്നാട്ടിലുള്ള ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര പോസിറ്റീവായി, എനിക്ക് ഭയങ്കര സന്തോഷമായി. പരുത്തി കൃഷിയാണ്. പിന്നെ എല്ലാം കണ്ടില്ല, മലകളാണ്. എന്ത് ഭംഗിയാണെന്ന് അറിയാം. ഒരു ചിത്രം വരച്ച് വെച്ചിരിക്കുന്നത് പോലെ തോന്നും. മലകളും താഴ്വരകളും വെള്ളങ്ങളും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. എല്ലാം ഇപ്പോൾ ഒരുപാട് നേരം ഞങ്ങൾ ഇന്നലെ വൈകിട്ട് തൊട്ട് തുടങ്ങിയ ട്രാവലിംഗ് ആണ്. ഇപ്പോഴാണ് ഞങ്ങൾ ആകെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു. രാവിലെ അമ്പലത്തിൽ പോയി. ഏത് അമ്പലത്തിലാണ് നമ്മൾ പോയി? വള്ളിയൂർ ദേവീക്ഷേത്രത്തിലാണ് പോയിരിക്കുന്നത്. പഞ്ചപാണ്ഡവന്മാരെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അമ്പലത്തിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ഞങ്ങൾ തൊഴിലും പ്രാർത്ഥനയൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. ശാന്തിയൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. പോണ വഴിയും തിരിച്ചു വരുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോഴും ശാന്തി പറഞ്ഞു ഞങ്ങളടുത്ത് പോകണ്ട, വൈകിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. കുരുതി പൂജയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് പോയാൽ മതി എന്ന് ഒത്തിരി പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇനി വരുമ്പോൾ എന്ത് ചെയ്യാം, വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ശാന്തി പായസമൊക്കെ തന്നു, പ്രസാദങ്ങളൊക്കെ തന്നു. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. രാവിലെ നല്ല അടിപൊളിയായിട്ട് കുളിച്ചു. ഇന്നലെ കുളിച്ചു ഉറങ്ങി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താൽ മല ഇങ്ങനെ ഇറങ്ങി വന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നതാണ്. പിന്നെ ഇതാ കാണുന്ന പരുത്തി കൃഷിയാണ് കാണുന്നതെല്ലാം. അവിടെ കൃഷി ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. അതെല്ലാം പരുത്തി കൃഷിയാണ്. ഇത് ഇങ്ങനെ കംപ്ലീറ്റ് പരുത്തി എന്ന് പറഞ്ഞാൽ പഞ്ഞിയില്ലേ, പഞ്ഞി നടക്കണം. അതായത് ഇത് കംപ്ലീറ്റ് പരുത്തി കുരുവാണ് ഇട്ടിരിക്കുന്നത്. പഞ്ഞി ഉണ്ടാകുന്ന മരം, പരുത്തി കൃഷി ഫുള്ള്.
നമ്മുടെ മലയാള ബസ് പോണുണ്ട്. മധുരയിൽ പോയിട്ട് വന്ന വണ്ടിയാണ്, നമ്മുടെ വണ്ടിയാണ് മലയാളി. ടാറ്റാ, താങ്ക് യു. പോണ അക്ക നമുക്ക് തന്നതാണിത്. കണ്ടോ, ഇതാണ് ഞാൻ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനും കുറവില്ല. കണ്ടോ, മുറുക്കാണത്. വേണ്ട പറഞ്ഞിട്ട് പറഞ്ഞു ശ്രീറാം മുറുക്ക്. ശ്രീറാം മുറുക്ക്. അതാണ് തമിഴ്നാട്ടുകാർ. ആക്ക ഞങ്ങൾക്ക് തന്നതാണ്.